കടയിൽ ചോറ് തിന്ന്. എന്നാലും ഞാൻ ഒന്ന് ആദരേച്ചിനെ വിളിക്കാല്ലേ, വിളിച്ചൊരു സ്റ്റോറി പറഞ്ഞിട്ട് എനിക്ക് സമാധാനാവൂല. ആ ചോറിനൊന്ന് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വിളിക്കാലോ, ചോട് പറയാലോ, ഓക്ക് സന്തോഷമായിരിക്കും. ചോറ് നിൽക്കും. ഹലോ, എന്താ അറിയാണ്ടെന്താ? ഇല്ല, പിന്നെ അന്ന് ചേച്ചിയോടെ വന്ന് പറഞ്ഞതിനല്ല ഞാന് ക്ഷമ ചോദിക്കാണ്. അങ്ങനെയൊന്നും പറയരുതായിരുന്നു. അല്ല, അങ്ങനെയൊന്നും പറയരുതായിരുന്നു, എന്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണ്. എന്തോ പ്രജീഷേട്ടൻ, എനിക്ക് പ്രജീഷേട്ടനെ കല്യാണം കഴിച്ചപ്പോ പ്രജീഷേട്ടന്റെ സ്നേഹം എനിക്ക് മാത്രം വേറെ ആരിലേക്കോ ആവരുതെന്നുള്ള ഒരു ചിന്ത വന്നുപോയി. അതും കൊണ്ട് പറ്റിയതാ. പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത് എനിക്കിപ്പോ എന്റെ അമ്മേനെയോ അമ്മേനെയോ ഒന്നും കാണാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതെ, ഞാൻ വരുന്നേ. അതുപോലെ തന്നെ ഇനിയും കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ലേ വരും ഞാൻ. അതെ അതെ, എന്തായാലും ഇനി എന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു തെറ്റുണ്ടാവൂല എന്ന് ഞാൻ വാക്കിയിരുന്നു. അപ്പൊ എല്ലാം മറന്ന് ചേച്ചി എന്നാ ഇങ്ങോട്ട് വരുന്ന? ഇനി പറ്റിക്കരുത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒന്നുമല്ല, നമുക്ക് അടിച്ചു പൊളിക്കണം. മക്കളെയും കൂട്ടിയിട്ട് 2 ദിവസം താമസിക്കാവുന്ന രീതിയിൽ വരണം. എന്നാ ഓക്കെ ചേച്ചി. പ്രജീഷാനുണ്ട്. ചേച്ചിനെ വിളിച്ച് സംസാരിക്കാനിട്ടൊരു സമാധാനം ഇല്ലായിരുന്നു. അന്ന് ചേച്ചി ഇവിടുന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം ഒരു സമാധാനം കിട്ടിയിട്ടില്ല. എന്റെ അങ്ങന്ന് വീട്ടിൽ നിന്ന് അമ്മയും ചീത്ത പ്രജീഷാനും എല്ലാരും പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അങ്ങനെ ഞാൻ ചേച്ചിനെ വിളിച്ചപ്പോ ഒരു സമാധാനായി. എന്നാ ഓക്കെ, വരാൻ മറക്കരുതേ, ഞാൻ കാത്തു നിൽക്കും. ഓക്കെ.